അപ്പോ ഈ നെയ്ബർഹുഡിൽ അധികം ആൾക്കാരും അങ്ങനെ പരസ്പരം വലിയ ബന്ധമൊന്നുമില്ലാത്ത മനുഷ്യന്മാരാണ്. ഈ സമയത്ത് ഇയാൾ എല്ലാരോടും ഏറ്റവും നല്ല കൈൻഡ് ആയിട്ട് ഏറ്റവും നല്ല ജെന്റൽ ആയിട്ടാണ് ബിഹേവ് ചെയ്യുക. ആരോടും ഒരു വെറുപ്പും ഇല്ലാത്ത, ആരോടും വിദ്വേഷങ്ങളൊന്നും ഇല്ലാത്ത ഭയങ്കര നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യൻ. ആൻഡ് ഇയാൾ എപ്പോഴും നെയ്ബേഴ്സിനെ ഹെൽപ്പ് ചെയ്യും, അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ അവരെ സഹായിക്കും. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാവാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ഒരു ദിവസം ഇവരുടെ നെയ്ബർ വന്നിട്ട് ഇയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര ഹാപ്പി ആയിട്ട് എല്ലാവരോടും ഇത്ര കൈൻഡ് ആയിട്ട് ജനറൽ ആയിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? ഈവൻ നിങ്ങളെ ഹർട്ട് ചെയ്യുന്ന ആളുകളോട് പോലും നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആൻഡ് ഇയാൾ പറയുന്നുണ്ട്, എന്റെ എല്ലാ തീരുമാനങ്ങളിലും എന്റെ ഫെയ്ത്ത് ആണ് എന്റെ കൂടെ ഉള്ളത്. ഞാൻ ഒരിക്കലും എന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടല്ല എന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്റെ മാത്രം ഇഷ്ടങ്ങളിൽ നിന്ന് വരുന്നതല്ല എന്റെ തീരുമാനം. അതിന്റെ അപ്പുറം എന്റെ ഫെയ്ത്തിൽ നിന്നും, എന്റെ ഫെയ്ത്തിനെ പഠിപ്പിച്ച മാനേഴ്സിൽ നിന്നും ഈ ഒരു ഐഡിയോളജിയാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ളത് എന്ന്. ആൻഡ് ദിസ് മെയ്ഡ് ദാറ്റ് മാൻ ക്യൂരിയസ് അബൌട്ട് ദിസ് ഐഡിയോളജി. ആൻഡ് അദ്ദേഹം ഈ ഒരു ഐഡിയോളജി പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഇതിലേക്ക് ഡീപ്പർ ആയിട്ട് എന്താണ് ഈ ഒരു ഐഡിയോളജി എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. സോ സംടൈംസ് ഡോണ്ട് പ്രീച്ച് യുവർ ഐഡിയോളജി, ഡോണ്ട് പ്രീച്ച് യുവർ റിലീജിയൻ, ജസ്റ്റ് ലിവ് ഇറ്റ് ആൻഡ് പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ്.